ഹോംവർക്ക് ചെയ്തു. ഞാൻ ചെയ്തു. നീ ചെയ്തോ? ഞാൻ ചെയ്തില്ല. നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഓക്കെ, എടുത്തില്ലോ. ആ, ടീച്ചറോട് പറയാം. ഇല്ല പറയത്തില്ല. ഞാൻ ബുക്കൊന്ന് എടുക്കട്ടെ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബാക്കി നാളെ പഠിക്കാം. എല്ലാവരും ബാലൻസ് എടുത്ത് പുറത്തേക്ക് നോക്കി. ഇന്ന് ഓട്ടോമാമൻ എന്നെ വണ്ടിയിലിരുത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലോ. ശരിക്കും? ശരിക്കും. പിന്നെ എന്നെ മാത്രം കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ, വീട്ടിൽ നല്ല സന്തോഷമാകുന്നില്ല. നീ ഇന്നലെ ഓട്ടോയിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും നീ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അനു, എന്ത് പറ്റി? നിനക്ക് സുഖമില്ലേ? എന്നോട് കിടക്കാണോ? ഗുഡ് മോർണിംഗ്. ഇരുന്നോളൂ. മഴയൊക്കെ ഉണ്ടോ? ഇപ്പൊ ഏത് ക്ലാസ് ആയിരുന്നു കഴിഞ്ഞത്? ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കവിതകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അനു, എന്തു പറ്റി? എന്താ വിശ്വസിച്ചിരിക്കുന്നേ? സുഖമില്ലേ അനുവിന്? ഇരുന്നു. എന്തു പറ്റിയാണ് നിനക്ക്? നീ ഇങ്ങനെ ആയിരുന്നല്ലോ ക്ലാസ്സിൽ. സുഖമില്ലേ നിനക്ക്? ആരെങ്കിലും ചെയ്തോ? പറയുന്നുണ്ടെങ്കിൽ ടീച്ചറിനോട് പറ. ടീച്ചറിനോട് പറ. അല്ല, നിനക്ക് പറയണമെന്ന് തോന്നുമ്പോൾ ഞാനിവിടെ കേൾക്കാറുണ്ടാവും കേട്ടോ. അപ്പോൾ വന്ന് പറയാം. ശരി എന്നാ വെക്കോ. പിന്നെ നീരയോടുകൂടെ ഇങ്ങോട്ട് വരുന്ന വന്നിട്ട് പോകാൻ പറയണേ. ശരി, വെക്കോ. ആ നീര്, ഞാൻ വിളിപ്പിച്ചതേ. അനുവിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇന്നലെ മുതലേ ആ കുട്ടി ഇന്ന് മുതൽ ഭയങ്കര ഡള്ളാണല്ലോ ക്ലാസ്സിൽ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ നല്ല സന്തോഷത്തിലല്ലേ പോയി? ഇന്നലെ നല്ല സന്തോഷത്തിലായിരുന്നു. അവൾ ഇന്നലെ ഓട്ടക്കാരനാണ് മടിയിരുത്തി ഓട്ടയൊക്കെ ഓട്ടിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. ഇന്ന് എന്നെ വിളിച്ച് വന്നിട്ടൊന്നും പറഞ്ഞതുമില്ല. ഇന്ന് വന്നപ്പോൾ വിശ്വസിച്ചിരിക്കുകയാണല്ലേ? ആ, എന്നാ നീല ശരി. ഇനിയിപ്പോ എന്താ ചെയ്യുക? അനുവിന്റെ അമ്മേനെ വിളിച്ചു നോക്കാം. ഹലോ, അനുവിന്റെ അമ്മയല്ലേ? അതെ, ആരാണ്? ഞാൻ അനുവിന്റെ ടീച്ചറായിരുന്നേ. അപ്പൊ എനിക്കൊന്ന് കണ്ട് സംസാരിക്കണമായിരുന്നു അനുവിന്റെ അമ്മേനെ. എന്താ ടീച്ചർ, മോക്ക് എന്തെങ്കിലും വയ്യായി കേട്ടോ? ആ, ഞാൻ വരാം. ഞാൻ സ്കൂളിലോട്ട് വരാം. ശരി. അല്ല, ഒന്നുമില്ല. 2-3 ദിവസമായിട്ട് അതിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? സ്വഭാവത്തിലോ മറ്റെന്തെങ്കിലും? അയ്യോ, വീട്ടിലെന്നാ ഒരേപോലെ ചടച്ചിരിക്കുവോ ടീച്ചറെ? ഒന്ന് ചോദിച്ചാലും മിണ്ടുന്നില്ല. കാര്യം അറിയാൻ വയ്യ. ക്ലാസ്സിലും അങ്ങനെ തന്നെയാ. നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ഒരു മൂഡ് ഓഫ് ആയപ്പോൾ ഞാൻ എന്താണെന്ന് തിരക്കി. പക്ഷെ അവള് അങ്ങനെ പറയാൻ തയ്യാറായില്ല. ഭയങ്കര മൂടിയായിട്ടൊക്കെ ഇരിക്കുന്നത്. അറിയില്ല ടീച്ചറെ, ടീച്ചറിന് എന്തെങ്കിലും അറിയാമോ അതിനെ കുറിച്ച്? ഞാൻ അങ്ങനെ അവളുടെ കൂട്ടുകാരി മീരയില്ലേ, ആ കുട്ടിയോടൊന്നും തിരക്കിയായിരുന്നു ഇന്നലെ. അപ്പൊ ആ കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോയിലാണോ അവള് വരുന്നത്? അതെ, അവള് വരുന്ന പോകുന്നല്ല ഓട്ടോയില്. അപ്പൊ ആ കുട്ടി ഓട്ടോ മാമന്റെ കാര്യം ബന്ധപ്പെടുത്തി ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ ടീച്ചറെ? അത് എനിക്ക് പറയുന്നുണ്ടോന്നും തോന്നരുത്. അനു സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ടോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ടീച്ചർ എന്തായി പറയുന്നേ? എന്റെ മോള് തന്നെയാണോ? അതെ, ആ കൂട്ടുകാരി പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ആ ഓട്ടോക്കാരൻ എന്തോ ചെയ്തു എന്ന് തോന്നുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ആ കുട്ടി അങ്ങനെ ആയി മാറില്ല. എന്നാലും മോളെ പറ്റി ഒന്നും പറഞ്ഞില്ല ടീച്ചറെ. എന്തെങ്കിലും എന്നോട് പറയണ്ടേ? കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് പേടിയും കാര്യങ്ങളൊക്കെ കാണില്ലേ? അപ്പൊ അവർ ഇതൊക്കെ തുറന്നു പറയുമോ നമ്മളോട്? നമ്മളാണ് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ചോദിച്ചറിയണം എങ്ങനെയെങ്കിലും.
എന്ത് ചെയ്യും ടീച്ചറെ ഞാനീ എന്ത് ചെയ്യണ്ടേ? നമ്മൾ ഈ അവസരത്തിൽ തളർന്നു പോവുകയല്ല വേണ്ടത്. നമുക്ക് നിയമപരമായി നേരിടണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വൈദ്യപരിശോധന നടത്തുകയും അതിന് നിയമപരമായി നേരിടണം. അല്ലാതെ തളർന്നു പോവുകയല്ല വേണ്ടത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. അതിനാൽ നിയമപ്രകാരം പ്രതിക്ക് 10 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം കഠിന തടവും ഈ കോടതി വിധിക്കുന്നു.